ഹലോ ഓൾ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ്. നമ്മൾ തമിഴിൽ ഞാൻ കുട്ടികളിൽ നിന്ന് മാത്രമാണ് വെച്ചത്, പക്ഷേ ഇതേ മിസ്റ്റേക്കുകൾ രക്ഷിതാക്കൾക്കും കൂടി വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവാണെങ്കിൽ എന്തായാലും കാണണം. അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം. കാരണം വെച്ചാൽ ഈ 3 മിസ്റ്റേക്കുകൾ വെച്ചിട്ട് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ, അല്ലെങ്കിൽ അതിൽ തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള കാര്യങ്ങളാണ്. സോ ഞാൻ ആദ്യം 3 മിസ്റ്റേക്കുകൾ പറയാം, ആൻഡ് അവസാനത്തിലേക്ക് ഞാൻ ഇതിനുള്ള സൊല്യൂഷൻസും കൂടി എൻ്റെ സജഷൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൂടി ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ മിസ്റ്റേക്കിനെ പറ്റിയിട്ട് ഞാൻ പറയാം. നമ്മുടെ +2 എക്സാം ഇപ്പോൾ ജനുവരി മാസമായി, ഫെബ്രുവരി മാർച്ച് 2 മാസം കൂടി കഴിഞ്ഞാൽ +2 കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ സ്കൂൾ ജീവിതം അവസാനിച്ചു എന്നാണ് പറയുക. ആൻഡ് ഇവിടെ വരെ നമുക്ക് വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. നമ്മൾ 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് 3ാം ക്ലാസ് അങ്ങനെ പഠിച്ച് 12ാം ക്ലാസ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദാറ്റ് ഈസ് നമ്മുടെ കരിയർ സെലക്ഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ആ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കരിയർ സെലക്ഷനെ പറ്റിയിട്ട് അധികം +2 കുട്ടികളും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളും ഒക്കെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് ആലോചിക്കാമെന്ന് പറയും. അല്ലെങ്കിൽ ആ ഒരു കരിയർ ഓപ്ഷനുകളെ പറ്റി ചിന്തിക്കുന്നത് അതിന് ശേഷമാക്കി മാറ്റി വെക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് മണ്ടത്തരം. ഒരു കാരണവശാലും നമ്മൾ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെ ഒരു കരിയർ സെലക്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്കറിയാം. നമുക്ക് തോന്നുന്ന ഒരു കരിയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഡിഗ്രിക്ക് പോകാൻ തോന്നുകയാണ്, അപ്പോൾ നേരെ ഓക്കെ ഞാൻ ഡിഗ്രിക്ക് പോകാം, ഒരു തോന്നൽ വന്നു, അതേ ഡിഗ്രിക്ക് അങ്ങനെ തന്നെ പോവല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഡിഗ്രിക്ക് പോകാം എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഓപ്ഷനാണ്. അതല്ലാത്ത സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പ്രയോറിറ്റി ഓപ്ഷനുകളെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. അതിന് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ തന്നെ കൂട്ടുകാരുണ്ടാവും +2 പഠിക്കുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ മറ്റാൾക്കാർ സൊസൈറ്റിയിൽ ചെയ്യുന്ന ബാക്കി ആൾക്കാർ എടുക്കുന്ന ഓപ്ഷനുകളെ നമ്മളൊന്ന് പരിഗണിച്ച് നോക്കണം. കുറച്ച് ആൾക്കാർ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകുന്നു, കുറച്ച് ആൾക്കാർ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നു. അത് ഞാൻ കോർ സബ്ജക്റ്റുകളായിട്ട് പറയാം. മെഡിക്കൽ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകളുണ്ട്. ഡോക്ടർ ആവാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ, ഇപ്പോൾ ആയുഷ് കോഴ്സുകൾ, ഹോമിയോ, യുനാനി, അതുപോലെ ആയുർവേദ, വെറ്റിനറി, അങ്ങനത്തെ പല പല സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ വേണ്ടി പറ്റും, ഡെന്റിസ്റ്റ് ആവാൻ വേണ്ടി പറ്റും, നഴ്സിംഗിന് പോകാൻ വേണ്ടി പറ്റും, ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോറിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, എഞ്ചിനീയറിംഗ് കോറിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോർ പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, ലിറ്ററേച്ചർ പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പോവാം എന്നൊരു ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുമ്പോൾ അവിടെയും ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഏത് ഡിഗ്രി, എങ്ങനെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റാൾക്കാർ എടുക്കുന്ന ഓപ്ഷൻസ് എന്തെല്ലാമാണ്, അതിലേക്കൊക്കെ എങ്ങനെയാണ് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് അന്വേഷിച്ച്, ആൻഡ് ഇത് തന്നെയാണ് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ആവുക എന്നുള്ളൊരു സാധനം, ഇത് തന്നെയാണ് നമ്മുടേതെന്ന് നമുക്ക് ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് കഴിഞ്ഞാൽ മേ ബി പല യൂണിവേഴ്സിറ്റീസിൻ്റെയും എന്താ പറയുക, അഡ്മിഷൻ ടൈം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടൈം ക്ലോസ് ആയി പോയിട്ടുണ്ടാവും. പല യൂണിവേഴ്സിറ്റീസിനും എന്താ പറയുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ അറിയില്ല, കാരണം നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, +2 കുട്ടികളും +2ൻ്റെ രക്ഷിതാക്കളും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കരിയറിനെ പറ്റി ആലോചിക്കാമെന്ന് വിചാരിക്കുന്നത് അബ്സല്യൂട്ട്ലി ഒരു മണ്ടത്തരാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് തെറ്റ് നമ്പർ 1. ഓക്കെ, സോ ഇത് നമ്മൾ വളരെ വെരിഫൈഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ തെറ്റുകൾ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. രണ്ടാമത്തെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത്, +2 പഠിക്കുന്ന കുട്ടി, അതിപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, സയൻസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, പഠിക്കുന്നത് +2 ബോർഡ് എക്സാമിൻ്റെ മാർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് എ ഹ്യൂജ് മണ്ടത്തരം. നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു +2 സർട്ടിഫിക്കറ്റ് കിട്ടും. +2 സർട്ടിഫിക്കറ്റിൽ പാസ്ഡ് അല്ലെങ്കിൽ ഫെയിൽ അങ്ങനെ ഒരു വാക്കുണ്ടാവും. അതിനുശേഷം ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്കുകൾ ഇവിടെ കിടക്കുന്നുണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സബ്ജക്റ്റിന് കിട്ടിയ മാർക്കുകളല്ല. നമ്മൾ അടുത്ത വർഷത്തേക്ക് ഒരു കോളേജിലേക്ക്, എസ്പെഷ്യലി നമുക്ക് ആഗ്രഹമുള്ള ഒരു പ്രീമിയർ കോളേജിലേക്ക്, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ, അത് ഏത് സെഗ്മെൻറ്റും, എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിലായാലും മെഡിക്കലിലായാലും, ഇനിയിപ്പോൾ ഡിഗ്രി സയൻസ് പഠിക്കുന്ന സ്ഥലങ്ങളിലായാലും, ഹ്യൂമാനിറ്റീസിൻ്റെ സ്ഥലങ്ങളിലാണെങ്കിലും, കൊമേഴ്സിൻ്റെ സ്ഥലങ്ങളിലാണെങ്കിലും, ലോ പഠിക്കാൻ പോയാലും ഒക്കെ എല്ലായിടത്തേക്കും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൻ്റെ മാർക്ക് നോക്കിയിട്ടല്ല നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നുണ്ടാവുക. നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നുണ്ടാവുക അതിനുശേഷം നടക്കുന്ന എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് നോക്കിയിട്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും പച്ച പരമാർത്ഥമാണ്. കഴിഞ്ഞ വർഷം വരെ നഴ്സിംഗ് പോലെയുള്ള ചില സബ്ജക്റ്റുകൾക്ക്, ചില വിഷയങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന +2 മാർക്കിൻ്റെ ബേസിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതും എൻട്രൻസിൻ്റെ അടിയിലേക്കാണ് വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാ കോഴ്സുകളും ദർ വിൽ ബി ആൻ എൻട്രൻസ്, ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ വെക്കാതെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് +2 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ +2 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് +2 എക്സാം, എസ്പെഷ്യലി കേരള ബോർഡിൻ്റെ +2 എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് ചോദിക്കുക. കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ചോദ്യങ്ങളാണ് ഈ വർഷം ചോദിക്കാനിരിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ
പേപ്പർ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതേ ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് ചോദിക്കുള്ളൂ. അപ്പോൾ ബോർഡ് എക്സാമിന് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിനെ ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് ഇതേ ഉത്തരങ്ങൾ നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്ത് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. ആൻഡ് നമ്മൾ എൻട്രൻസുകൾ എഴുതുമ്പോൾ നമുക്ക് അതിനുള്ള വിവരം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ആ പുസ്തകത്തിലുള്ള മുഴുവൻ കണ്ടന്റും അതിൻ്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി അതൊന്ന് ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഡോണ്ട് ജസ്റ്റ് സ്റ്റഡി ഫോർ +2 മാർക്ക്. ഡെഫിനറ്റ്ലി +2 ബോർഡ് എക്സാമിൻ്റെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാൻ വേണ്ടി പറ്റും എനിക്ക് ഫുൾ A+ ഉള്ള ഒരാളാണ്, ഫുൾ മാർക്കുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് നമുക്ക് സൊസൈറ്റിനോട് അറിയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നാട്ടുകാരും വീട്ടുകാരൊക്കെ നമ്മൾ അംഗീകരിക്കും നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന സമയത്ത്. പക്ഷേ അംഗീകാരം മാത്രം പോരല്ലോ, അംഗീകാരത്തോടൊപ്പം തന്നെ നമുക്ക് അതിനകത്തുള്ള വിവരവും അതിൻ്റെ ഒരു വിജ്ഞാനവും കൂടി നമുക്ക് വേണം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ +2 ബോർഡ് എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കരുത്. പഠിക്കുമ്പം അത് മനസ്സിലാക്കി അത് നമുക്ക് ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫീൽഡിലേക്ക് നമ്മൾ പോകുന്ന എന്ത് കരിയർ ആയിക്കോട്ടെ, എന്ത് ഓപ്ഷൻ ആയിക്കോട്ടെ, എന്ത് എൻട്രൻസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിവരമാക്കി വെക്കണം. അതിന് വി ഹാവ് ടു സ്റ്റാർട്ട് ഏർലി. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാനും നേരത്തെ തുടങ്ങണം. ഞാനിവിടെ നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി കോഴ്സ് ഇട്ടോ, ഞാനൊരു കോഴ്സിൻ്റെ പ്രൊമോഷൻ ആയിട്ടൊന്നുമല്ല, ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് പറയുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് മിസ്റ്റേക്ക്, സ്റ്റഡിങ് ഫോർ +2 ബോർഡ് എക്സാം എന്നുള്ള ഒറ്റ കാര്യം മാത്രം. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. മൂന്നാമത്തെ ഒരു കാര്യം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ രണ്ടാമത്തേൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. നമുക്ക് ഏത് കോഴ്സിലേക്ക് പോകണമെങ്കിലും ദർ ഇസ് ആൻ എൻട്രൻസ് എക്സാം. ഇപ്പോൾ കീമിൻ്റെ എഞ്ചിനീയറിംഗ് ഉണ്ട്, കീമിൻ്റെ B.Pharm പോലെ പാരാമെഡിക്കലിനുള്ള എക്സാം ഉണ്ട്, IIT JEE എക്സാം ഉണ്ട്, മെഡിക്കലിന് വേണ്ടിയിട്ട് നീറ്റ് എക്സാം ഉണ്ട്, പിന്നെ നഴ്സിംഗിന് എൻട്രൻസ് എക്സാം ഉണ്ട്, ക്ലാറ്റ് എക്സാം ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. നമ്മളിങ്ങനെ ലിസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് 35-40 എക്സാമുകളൊക്കെ ഉണ്ടാവും. എല്ലാം നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. CUET എക്സാം ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എഴുതാൻ വേണ്ടിയുള്ള ഒരു എക്സാം ഉണ്ട്. ഇങ്ങനത്തെ എക്സാമുകൾ ത്രൂ മാത്രമാണ് നമുക്കൊരു പ്രീമിയർ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സമയത്ത് തന്നെ +2കാർ ചെയ്യുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് അല്ലെങ്കിൽ +2 ബോർഡ് എക്സാം വരേക്കും MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ എക്സാം പോലും എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് +2കാർ ചെയ്യുന്ന അബ്സല്യൂട്ട് മണ്ടത്തരമാണ്. ഒരിക്കൽ പോലും ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ടേക്കിംഗ് എ കോഴ്സ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ അവൈലബിൾ ഉണ്ട്, ഫ്രീ ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ഉണ്ട്, ഡോപ്പയിലുണ്ട് ഫ്രീ ടെസ്റ്റ് സീരീസ്, ബാക്കി പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു എക്സാം നിങ്ങൾക്ക് വെറുതെ എഴുതി നോക്കാം. അതിന് വേണ്ടിയിട്ട് കോഴ്സ് ജോയിൻ ചെയ്യേണ്ട, പഠിക്കേണ്ട, വേറെ കാര്യങ്ങൾ ചെയ്യേണ്ട, പക്ഷേ എക്സാമുകൾ എഴുതി നോക്കാമല്ലോ. കാരണം നമ്മളിപ്പോൾ +2 പഠിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ ഒരു എക്സാം നമുക്ക് എഴുതി നോക്കാം, മാർക്ക് എത്രയെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എക്സാം എഴുതി നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ LKG മുതൽ +2 വരെ നിങ്ങൾ എഴുതുന്ന എക്സാമുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾ മാത്രം. ഇതുപോലെ ഒബ്ജക്റ്റീവായിട്ട് ഒരു തരം ABCD സെലക്ട് ചെയ്യുന്ന എക്സാം നമ്മൾ എഴുതിയിട്ടില്ല. ആൻഡ് നിങ്ങൾ +2 സ്റ്റുഡൻസും പേരൻസും അറിയാൻ വേണ്ടി പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. അത് അത്ര എളുപ്പമല്ല. അത് നമുക്ക് എത്ര എൻട്രൻസിന് നമ്മളിപ്പോൾ ഡോപ്പയിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻട്രൻസിന് റിസൾട്ട് കിട്ടുന്നത് എത്ര MCQ എക്സാംസ് എഴുതിയിട്ടുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ്. എൻട്രൻസ് കിട്ടുന്ന ഓരോ കുട്ടിയും ഈ MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് എഴുതി തഴമ്പിച്ച കുട്ടികളാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ +2 എക്സാം കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഒരു മാസത്തിലിരുന്നിട്ട്, ഏപ്രിൽ 30 ദിവസമുണ്ട്, 30 ദിവസം ഓരോ എക്സാം എഴുതി 30 എക്സാം എഴുതിയാൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ വൈ ആർ യു വെയിറ്റിംഗ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു അരമണിക്കൂറിൻ്റെ എങ്കിലും ഒരു MCQ എക്സാം ട്രയൽ നിങ്ങൾക്ക് എടുത്തുകൂടെ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ഇത് ചെയ്യാതിരിക്കുന്നത് ഭയങ്കര വലിയ മണ്ടത്തരമാണ്. സോ ഞാൻ 3 പ്രധാനപ്പെട്ട തെറ്റുകൾ, 3 പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ ഞാനിവിടെ സ്റ്റേറ്റ് ചെയ്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞു തരുന്നത് വെച്ചാൽ നമ്മുടെ കരിയർ സെലക്ഷനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ള. എനിക്ക് അതിനകത്ത് തന്നെ പറയാനുള്ള കാര്യം, ചിലപ്പോൾ ഒരു കുട്ടി പറയും ഞാൻ ഡോക്ടറാവും, അത്രേ ഉള്ളൂ, പിന്നെ അതിൻ്റെ അപ്പുറം ആലോചിക്കുന്നില്ല ഇപ്പുറം ആലോചിക്കുന്നില്ല. അങ്ങനെ ആലോചിച്ചാൽ പോരാ, ഞാൻ ഡോക്ടറാവും, ഓക്കെ ദാറ്റ് ഈസ് ഗുഡ്, നീ ഡോക്ടർ ആയിക്കോ. പക്ഷേ യു ഹാവ് ടു തിങ്ക് അബൌട്ട് എഞ്ചിനീയറിംഗ്, യു ഹാവ് ടു തിങ്ക് അബൌട്ട് കൊമേഴ്സ്, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ലോ, യു ഹാവ് ടു തിങ്ക് അബൌട്ട് അതർ സാധനങ്ങൾ. ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചതിന് ശേഷം ഡോക്ടർ തന്നെയാണ് ആവേണ്ടതെന്നുള്ള കാര്യം ഉറപ്പിക്കണം, എന്നിട്ടേ നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ. ആൻഡ് ഇതിന് ഒന്നും ആലോചിക്കാതെ +2 കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത് അബ്സല്യൂട്ട് മണ്ടത്തരമാണ്. സോ കരിയർ സെലക്ഷനെ പറ്റി ആലോചിക്കാത്ത മണ്ടത്തരമുണ്ട്. രണ്ടാമത്തെ കാര്യം, +2 ബോർഡ് എക്സാമിന് സ്കോർ ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ പ്രീവിയസ് ഇയറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക എന്നുള്ളത് മഹാമണ്ടത്തരമാണ്. കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിക്കണം. മൂന്നാമത്തെ കാര്യം, ദാറ്റ് ഈസ് MCQ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ള സാധനമാണ്. സോ ഇതിന് എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻസ് കാണേണ്ടതുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആൻഡ് ഐ വിൽ ബി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് എനിക്ക് അതിനകത്തേക്ക് ഇടാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ വാണ്ട് ടു നോ വൺ തിങ്,
നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്നുള്ള കാര്യം പറയണം. നിങ്ങൾ ഇതിനകത്ത് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ, ഞാൻ ഏതൊക്കെ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് എൻ്റെ സൈഡിലുള്ളത് എന്നുള്ള കാര്യം ജസ്റ്റ് താഴേക്ക് പറയുകയും ഇനി അതിനൊക്കെ നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം കൂടി താഴേക്ക് പറയുകയാണെങ്കിൽ ഐ വിൽ ബി വെരി ഗ്ലാഡ് ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സംസാരിക്കാൻ പറ്റും. ഇനി എന്നോട് ഡോക്ടർ ആഷിഖിനോട് പേഴ്സണലി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെലഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനൊരു പണിയാം, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ കമൻറ്റിലും ഞാനായിട്ട് തന്നെ കമൻറ്റിലും അതാണ് എൻ്റർ ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മളോട് വെച്ചുതരാം. സോ മറക്കരുത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി +2 കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കൊടുത്തേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും കമൻറ്റ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.